ഹായ് ഓൾ, എബിഡി സാറാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം മക്കളോട് ഷെയർ ചെയ്യാനാണ് സാർ വന്നിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും വലിയ വലിയ ഡ്രീമുമായിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. മക്കൾക്കും അതുപോലെ തന്നെ വലുതാവുമ്പോൾ ഇന്ന പൊസിഷനിലെത്തണം, അല്ലെങ്കിൽ ഇന്ന ജോബ് നേടിയെടുക്കണം എന്നുള്ള ആഗ്രഹം എല്ലാ മക്കൾക്കും ഉണ്ടാവും. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അത് പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളിലൊക്കെ മാറ്റങ്ങളൊക്കെ വന്നേക്കാം. എങ്കിൽ കൂടി ഇൻ ഫ്യൂച്ചർ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത് വലിയൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് തന്നെയായിരിക്കും. ഇതിൽ തന്നെ ഡോക്ടേഴ്സ് ആവണം, എഞ്ചിനീയേഴ്സ് ആവണം എന്നുള്ള പല ആഗ്രഹവുമായി മുമ്പോട്ട് പോകുന്ന പല മക്കളും ഉണ്ടാവാം, അല്ലേ? അപ്പോൾ സാർ ഇപ്പോൾ പറയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്കറിയാം, നിങ്ങളൊരു എക്സാമിനേഷൻ എഴുതുമ്പോൾ ഏറ്റവും കൂടുതൽ കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു ക്വിക്കായി നടത്തുന്ന പ്രിപ്പറേഷൻ ആണ് നിങ്ങൾക്ക് എപ്പോഴും കൺഫ്യൂസ്ഡ് ആയി പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മൾ കുറച്ച് നേരത്തെ തുടങ്ങിയിരുന്നെങ്കിൽ, പ്രിപ്പറേഷനൊക്കെ കുറച്ചും കൂടി നേരത്തെ തുടങ്ങിയിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എന്താവാൻ പറ്റുമായിരുന്നു, കുറച്ചും കൂടി പെർഫോം ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് നമുക്കറിയാം. ഇനി നമ്മുടെ ഓൾ ഇന്ത്യ ലെവൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മുടെ കേരളത്തിൽ ഈ റാങ്ക് ഹോൾഡേഴ്സൊക്കെ കമ്പറേറ്റീവ്ലി ഇത്തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിന് കുറവാണ്. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് +1 +2 കഴിഞ്ഞതിന് ശേഷമാണ് പല മക്കളും ഇതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ Xylem നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് ഒരു സ്പെഷ്യൽ ബാച്ചാണ്, നമ്മുടെ ഫാൽക്കൺ ബാച്ച്. ഈ ഒരു ഫാൽക്കൺ ബാച്ചിലൂടെ 6 മുതൽ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി ഒരു ഫൗണ്ടേഷൻ ക്ലാസ്സസ് ആണ് Xylem പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ സാറ് പറഞ്ഞ ഒരു കാര്യം ആലോചിക്കുക, അതായത് നമ്മൾ +1 +2 എത്തിയതിന് ശേഷം മാത്രമായിരിക്കരുത് പ്രിപ്പറേഷൻ തുടങ്ങേണ്ടത്. നമ്മൾ നമ്മുടെ ആനുവൽ എക്സാമിനേഷന് പ്രിപ്പറേഷൻ നടത്തുന്നതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇൻ ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിൽ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാനും എന്ത് ചെയ്യും, ഇത്തരത്തിലുള്ള പ്രിപ്പറേഷൻ നമുക്ക് വളരെ വലിയ ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിരിക്കും, നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മുടെ ഫാൽക്കൺ ബാച്ചിന്റെ ഫീച്ചേഴ്സ് നമ്മൾ പറയുകയാണെങ്കിൽ, നമുക്ക് ഒരു വീക്ക് 1 നമ്മൾ എടുക്കുകയാണെങ്കിൽ, വീക്ക് 1 ഫസ്റ്റ് നമുക്ക് പേൾ വീഡിയോസ് ആയിരിക്കും ഉണ്ടാവുക. പേൾ വീഡിയോസ് മീൻസ് റെക്കോർഡഡ് ക്ലാസ്സസ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. അതിൽ മാത്സ്, അതുപോലെ തന്നെ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, ഇത്രയും സബ്ജക്റ്റിന്റെ പേൾ വീഡിയോസ് ആയിരിക്കും ഉണ്ടാവുന്നത്. ദെൻ വീക്കെൻഡിൽ നമ്മുടെ സൺഡേസിലായിരിക്കും എന്ത് ചെയ്യുക, അതിന്റെ ലൈവ് സെഷൻ ഉണ്ടായിരിക്കാം. ഓക്കെ, അതായത് വീക്ക് 1 നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് മൺഡേ മുതൽ സൺഡേ വരെയുള്ള ഡേയ്സിൽ നമുക്ക് റെക്കോർഡഡ് വീഡിയോസ് അവൈലബിൾ ആയിരിക്കും. ദെൻ സൺഡേ ആയിരിക്കും നമുക്ക് എന്തുണ്ടായിരിക്കുന്നത്, ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ പേൾ വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ലൈവായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അതിലൂടെ കിട്ടുന്നത്. ദെൻ ഈ സൺഡേയിൽ ക്ലാസ്സസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 1 hours, ദെൻ മാത്സ് 2 hours നമുക്ക് ക്ലാസ് ഉണ്ടാവാം. ദെൻ അതിനുശേഷം നെക്സ്റ്റ് വീക്കും ഇതേ ഒരു പാറ്റേൺ തന്നെയായിരിക്കും ഉണ്ടാവുക. ദെൻ വീക്ക് 2ലേക്ക് എത്തുന്ന സമയത്ത് ഫസ്റ്റ് വീക്കിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് വീക്ക് 2 സാറ്റർഡേസിൽ എന്തുണ്ടാവും, എക്സാമിനേഷൻ ഉണ്ടാവും. ലൈക്ക് എ മോക്ക് ടെസ്റ്റ് പോലെ നമ്മുടെ എങ്ങനെയാണ് നമ്മൾ ഇൻ ഫ്യൂച്ചർ ഇത്തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് അറ്റൻഡ് ചെയ്യേണ്ടത്, അതേ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസും അതേ പാറ്റേണിലായിരിക്കും എന്ത് ചെയ്യുക, ഈ എക്സാമിനേഷൻസും കണ്ടക്ട് ചെയ്യാം. അപ്പോൾ കൃത്യമായിട്ടും നെഗറ്റീവ് സ്കോറും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു പാറ്റേൺ തന്നെയാണ്. എങ്ങനെയാണോ നമുക്ക് നീറ്റ് അല്ലെങ്കിൽ JEE എക്സാമിനേഷൻ പോലെയുള്ള എക്സാമിനേഷൻസ് ഫേസ് ചെയ്യേണ്ടത്, അതേ ഒരു പാറ്റേണിൽ തന്നെയായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റുന്നത്. ദെൻ സെക്കൻഡ് വീക്കിലും ഇതേപോലെ കാര്യങ്ങൾ എന്ത് ചെയ്യും, റിപ്പീറ്റ് ചെയ്ത് പോകും. അപ്പോൾ ഇത് നിങ്ങൾക്ക് വരുന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ആനുവൽ എക്സാമിനേഷനും നമുക്ക് ഇതിലുള്ള പല കാര്യങ്ങളും യൂസ്ഫുൾ ആയിരിക്കും. എസ്പെഷ്യലി നമ്മൾ ഈ പറയുന്ന ഇൻ ഫ്യൂച്ചറിലേക്കുള്ള ഒരു കാര്യം നമ്മൾ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്ത് വെക്കുക കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ കുറേ മക്കളൊക്കെ ഇപ്പോൾ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞു, എന്നാലും ഇനിയും അഡ്മിഷൻ എടുക്കാത്ത മക്കൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പെടുത്തുക. അപ്പോൾ ഫാൽക്കൺ ബാച്ചിനോടൊപ്പം നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോവുക. ബൈ.